നമ്മൾ പലപ്പോഴും ഈ മൂല്യങ്ങളെ വെച്ചങ്ങ് കണക്ക് കൂട്ടുമ്പോൾ, അളക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ട്. പുതിയ തലമുറയെല്ലാം പാഴായിപ്പോയവരാണ്, നമ്മുടെ തലമുറയെല്ലാം വലിയ മെച്ചമുള്ളവരും ഭയങ്കര മിടുക്കരും വലിയ കെട്ടുറപ്പുള്ളവരും ഒക്കെയാണ് എന്നൊക്കെ അങ്ങ് സ്വയം ധരിക്കാറുണ്ട്. പക്ഷേ നമ്മളിതിനെ രണ്ടിനെയും ഒന്ന് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് വിഭ്രംശീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ അത്രമേൽ എവരുടെ പ്രായത്തിൽ കൊള്ളാവുന്നവന്മാരോ ഒന്നും ആയിരുന്നില്ല. സാധ്യതകളില്ലാത്തതുകൊണ്ടും അവസരങ്ങളില്ലാത്തതുകൊണ്ടും അടങ്ങി ഒതുങ്ങി നടക്കേണ്ടി വന്നു എന്നൊഴിച്ചാൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഒക്കുന്ന നമ്മുടെ ജയശങ്കർ വക്കീൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ വാക്ക് കുത്തിക്കഴപ്പ് എന്ന് പറയുന്നത് പോലത്തെ സംഗതി ഉണ്ടാക്കാൻ വളരെ മിടുക്കന്മാരും യോഗ്യന്മാരുമാണ് നമ്മുടെ പ്രായത്തിലുള്ളവർ. കൂടെ നടക്കുന്നവനെ ഒറ്റുക, കൂടെ നടന്നുകൊണ്ടും അവനെതിരെ പരാതി കൊടുക്കുക, പറ്റിക്കാൻ വേണ്ടി കടം വാങ്ങിക്കുക, ചതിക്കാൻ വേണ്ടി ജാമ്യത്തിൽ കൊണ്ടുപോയി ഒപ്പിടിയിക്കുക തുടങ്ങിയ ഒരുപാട് വിനോദങ്ങൾ നമ്മളിൽ ഉള്ളതിൻ്റെ അത്രയും പുതിയ തലമുറയിലില്ല. അവർക്ക് കുറച്ചുകൂടി നിഷ്കളങ്കമായ സ്നേഹമുണ്ട്. അവരുടെ രൂപവും ഭാവവും വസ്ത്രവും ഒക്കെ എന്ന് പറയുന്നത് കാലത്തിൻ്റെ സ്വാധീനത്തിലും ഇന്നത്തെ മാനുഫാക്ചറിങ് ക്ലൈമറ്റിൽ ഉണ്ടായിത്തീരുന്ന ചില സംഗതികളാണ്. നമ്മളെക്കാളൊക്കെ ഫാർ 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 ബെറ്ററാണ് അവരിൽ ഒരുപാട് പേരും. ഒറ്റപ്പെട്ട കഞ്ചാവ് കച്ചവടക്കാരും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കൂട്ടത്തിലും പണ്ട് നമ്മുടെ പ്രായത്തിൽ ഒരുപാട് വീടി വലിക്കാരുണ്ടായിരുന്നു, മൂക്കിപ്പൊടി വലിക്കാരുണ്ടായിരുന്നു, മുറുക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും മയക്കുമരുന്നുകാരില്ലായിരുന്നല്ലോ എന്ന്. മയക്കുമരുന്ന് അന്ന് ഇത്രയും സുലഭമല്ലായിരുന്നു, ഇല്ലെങ്കിൽ അതുകൊണ്ടായേനെ. പിന്നെ നമ്മളിൽ ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് തന്നെ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി വിറ്റവരുണ്ട്. റോഡിലെ വഴിയിലൊക്കെ ഉള്ള തെങ്ങിൽ നിന്ന് തേങ്ങ ഇട്ടവരുണ്ട്, തെങ്ങേ കയറി കള്ളെടുത്ത് കുടിച്ചവരുണ്ട്, സൈക്കിളിൻ്റെ ഗിണ്ണി അടിച്ചുകൊണ്ട് പോയവരുണ്ട്. ഇതൊക്കെയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നേരം വെളുത്താൽ നമ്മുടെ പ്രായത്തിലും അതിനേക്കാൾ കൂടുതലുള്ളവരെല്ലാം അതിർത്തിയിൽ ഒരു തൂമ്പായും കൊണ്ട് നിൽപ്പായിരുന്നു. എന്തിനാ? സർവേ കല്ല് കുത്തി മറ്റവൻ്റെ അയ്യത്തോട്ട് കയറ്റിയിട്ട് ഒരു മുഴം വസ്തു പിടിക്കാൻ വേണ്ടി. പിന്നെ സഹോദരങ്ങളുമായി പൊരിഞ്ഞ യുദ്ധവും ഈ കലാപവും കൊടുങ്കാറ്റുമെല്ലാം ഒരുപാട് വീടുകളിൽ ഉണ്ടാക്കിയത് നമ്മുടെ പ്രായക്കാരും നമ്മളെക്കാൾ അല്പം കൂടിയവരുമാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. അവരെല്ലാം സ്നേഹിതരാണ്, ഒപ്പം നിൽക്കുന്നവരാണ്, എല്ലാമാണ്. അവൻ്റെ ചങ്കെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒറിജിനൽ ചങ്ക് പോലെ. നമ്മുടെ ചങ്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെച്ചുള്ളൊരു വാക്കുണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടു നടക്കുന്ന ചങ്കുകളാണ്. ഞാനിതൊക്കെ പൊതുജീവിതത്തിൽ നിന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഹുസൈൻ മൗലവി ബദരി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, പുള്ളി വലിയ പ്രകടനവാദിയോ സംഘടനാ മുസ്ലിമോ ഒന്നും അല്ലാത്ത ഒരു സാധുവായ സാലിഹായ മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളാണ്. അദ്ദേഹം എനിക്ക് ഫോർവേഡ് ചെയ്തൊരു കുറിപ്പ് വായിച്ചപ്പോൾ ഇതൊന്ന് വായിക്കണമെന്ന് വിചാരിച്ചു. അന്തമില്ലാത്ത നവസലഫികളും വെളിവില്ലാത്ത പ്രച്ഛന്ന സലഫികളും മനസ്സിലാക്കുക, ലിബറലിസം ഇസ്ലാമിനെതിരല്ല. മുസ്ലിം സമുദായത്തിലെ നവസലഫികളും ഇതര സംഘടനകളിലെ പ്രച്ഛന്ന സലഫികളും ഇന്ന് ലിബറലിസത്തിനെതിരായി കുരിശുയുദ്ധത്തിലാണ്. യുവതലമുറയെ ലിബറലിസത്തിൽ നിന്ന് രക്ഷിച്ചേ അടങ്ങുമെന്ന് ദൃഢനിശ്ചയത്തിലാണവർ. വാസ്തവത്തിൽ ലിബറലിസം എന്നത് അങ്ങാടി മരുന്നോ എന്ന് ഈ കൂട്ടർക്ക് വലിയ നിശ്ചയമില്ല. പനിമരുന്നായിരിക്കും. ഞാൻ എഴുതിയതുപോലെ അങ്ങ് വായിച്ചത് കേട്ടോ. മക്കയിലെ ജനങ്ങൾ ലിബറലായി ചിന്തിച്ചതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം ഉണ്ടായത്. ഞങ്ങൾ ലാത്തയെയും മുസയെയും ആരാധിച്ച് പൂർവികരെ പോലെ ജീവിച്ചോളാം, നീ നിൻ്റെ പാട് നോക്കൂ മുഹമ്മദേ എന്ന് പറയാതിരുന്നത് അവരുടെ ഉള്ളിൽ ലിബറലിസം ഉള്ളതുകൊണ്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻതോതിൽ ഇസ്ലാം പ്രചരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ലിബറലായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഹാദിയയ്ക്കും കമലാസുരിയയ്ക്കും ഫാത്തിമ ശബരിമലയ്ക്കും കാർഷ്യസ് ക്ലൈക്കും കൊടിഞ്ഞീല ഫൈസലിനും യാസറിനും ടി.എൻ. ജോയിക്കും ഇ.സി. സൈമൺ മാസ്റ്റർക്കും ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞത് അവരുടെ ലിബറൽ മാനസികാവസ്ഥ മാത്രമാണ്. എന്നാൽ ഈ സലഫികളുടെ വിചാരം കള്ളുകുടിയും ലഹരിയും ഉപയോഗവും ദൈവനിഷേധവും സ്വതന്ത്ര ലൈംഗികതയും LGBT അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതുമാണ് ലിബറലിസം എന്നാണ്. ടിസ്റ്റ സെൽവാദ് എന്ന മനുഷ്യാവകാശ പ്രവർത്തകയ്ക്ക് ബിൽക്കീസ് ബാനുവിൻ്റെ നിയമപോരാട്ടം ന്യായമാണെന്ന് തോന്നുന്നതും അതിനോട് ഐക്യപ്പെടാൻ തീരുമാനിക്കുന്നതും അവർ ലിബറലായി ചിന്തിച്ചതുകൊണ്ടാണ്. സഞ്ജീവ് ഭട്ട് എന്ന IPS ഓഫീസർക്ക് ഗുജറാത്ത് സർക്കാരിൻ്റെ എല്ലാ തെമ്മാടിത്തരങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് പ്രമോഷനുകളും മറ്റു പദവികളും നേടിയെടുത്ത് വേണമെങ്കിൽ അധികാരത്തിൽ തുടരാമായിരുന്നു. എന്നാൽ അനീതിക്കെതിരെ ശബ്ദിക്കണമെന്നും സ്വതന്ത്രവും നീതിപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്നും തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. ബാബരി ഗ്യാൻവാപി പ്രശ്നത്തിലും ഏക സിവിൽ കോഡ് CAA NRC മുതലായ വിഷയങ്ങളിലും ഇന്ത്യയിൽ വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ചയിലും ഇരകളാക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലപാട് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കഴിയുന്നത് പോലും അവരുടെ ബുദ്ധിപരമായ സത്യസന്ധതയും ലിബറൽ ചിന്താഗതിയും കൊണ്ട് മാത്രമാണ്. CAA NRI സമരകാലത്ത് അതിനെതിരെ പ്രക്ഷോഭം പുറപ്പെട്ടത് പള്ളി ദർസുകളിൽ നിന്നോ അറബി കോളേജുകളിൽ നിന്നോ അല്ല, മറിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തവർ ലിബറലായി ചിന്തിക്കുന്ന, ആൺപെൺ ഭേദമില്ലാതെ രാപ്പകൽ അഴിഞ്ഞാടി നടക്കുന്ന നരകത്തിലെ വിറകുകൊള്ളികളാകാൻ മുസ്ലിം ആംഗ്ലമാരാൽ വിധിക്കപ്പെട്ട നടാഷെ നഗർവാളും ദേവാംഗന കലിതയും ഉമർ ഖാലിദുമൊക്കെയായിരുന്നു.
അവരുടെ ലിബറൽ ചിന്താഗതി കൊണ്ട് മാത്രമാണ് സത്യത്തോടും നീതിയോടുമൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയുന്നത്. രണ്ടുപേർ ആണോ പെണ്ണോ ആകട്ടെ, അവർ ഒന്നിച്ച് താമസിക്കുമ്പോൾ വാതിലടച്ചു കഴിഞ്ഞാൽ അവരുടെ മുറിയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ആലോചിച്ച് സമൂഹം വ്യാകുലപ്പെടേണ്ടതില്ല. അങ്ങനെ ജീവിക്കാൻ രാജ്യത്ത് നിയമവ്യവസ്ഥ അനുവദിക്കുന്നുമുണ്ട്. മുസ്ലിമായി ജീവിക്കാനും ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെടാനും സമൂഹത്തിൽ അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനും അവർക്ക് അവകാശവുമുണ്ട്. അവരുടെ കർമ്മങ്ങളിലെ തെറ്റും ശരിയും തീരുമാനിക്കുന്ന അള്ളാഹു മാത്രമാണ്. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത്തരമൊരു നിലപാടിൽ സദാചാര ആങ്ങളമാർ എത്തിയിരുന്നുവെങ്കിൽ ആദിലയും നൂറയും സുമയ്യ ഷെറിനും അഫീഫയും ഇപ്പോഴും മുസ്ലിം സ്വത്വത്തിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനും സമൂഹ മാധ്യമങ്ങളിൽ നീചമായ പദങ്ങൾ കൊണ്ട് അപഹസിക്കാനും തയ്യാറാകുന്ന മതത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായ ആങ്ങളമാർ ഒന്ന് ഓർക്കുക. സംഘികൾ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ബീഫിനെതിരാണ്, അതുകൊണ്ട് നിങ്ങളും ബീഫ് കഴിക്കാൻ പാടില്ല. ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും വിളിക്കണം. ഞങ്ങൾ ഹലാൽ ഭക്ഷണം നിർമ്മിതമില്ല, അതുകൊണ്ട് നിങ്ങളും അത് കഴിക്കാൻ പാടില്ല. അതിനെ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കാമെങ്കിൽ ഈ നവസലഫി നിലപാടിനെ ഹോമോഫോബിയ എന്ന് വിളിക്കാം. വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, അവരൻ്റെ സ്വകാര്യതയെ മാനിക്കുക, അവൻ്റെ അവകാശങ്ങൾ വഹിച്ചു കൊടുക്കുക തുടങ്ങിയ പ്രാഥമികമായ ജനാധിപത്യ മര്യാദ മാത്രമാണത്. തങ്ങൾ ഇത്രയും കാലം പ്രബോധനം നടത്തിയിട്ടും യുവതലമുറ അതിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ആശയവിനിമയത്തിൻ്റെ തകരാറാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അവരോട് സമ്മതിക്കാനുള്ള ഭാഷ സ്വായത്തമാക്കുക എന്നത് മാത്രമാണ് മതത്തിൽ നിന്നും എക്സിറ്റ് അടിക്കുന്ന സമുദായത്തിലെ നവലിബറലുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏക മാർഗം. ഇതാണ് ആ കുറിപ്പ്. വേറെയും ഒരു കുറിപ്പുണ്ട്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഈ കുറിപ്പിൽ കുറേ മനോഹരമായ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് കാണും, കഴിയാത്തതുണ്ടാവും. പക്ഷേ ഇത് പലതവണ കേട്ടൊന്ന് ചിന്തിക്കുക. ചില ഉൾക്കൊള്ളലുകളുടെ സംഗതി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, നമ്മൾ എവിടെയെല്ലാം സഞ്ചരിച്ചവരാണ്, എങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത്. എനിക്കറിയാവുന്നൊരു ഉദാഹരണമുണ്ട്. എൻ്റെ ഒരു ബന്ധുവാണ്. ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരാൾ മരിച്ചുപോയി. മകനും ഉപ്പയുമാണ്. മകൻ ഒളിച്ചിരുന്ന് ബീഡി വലിക്കുന്നു. ഉപ്പ ചെല്ലുമ്പോൾ മാറ്റിക്കളയുന്നു. അത് പുള്ളി കണ്ടപ്പോൾ, പുള്ളി നിർബന്ധ ബുദ്ധിക്കാരനായതുകൊണ്ട് പുള്ളി വീണ്ടും ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, എന്തോ അവിടെ ചെയ്യുന്നത്? എന്തോ അല്ല, ഞാനൊന്നും ചെയ്തില്ല വാപ്പ. അല്ലല്ലോ, നീ ഏതാണ്ട് ചെയ്തല്ലോ. പുള്ളി എന്ത് ചെയ്തു? ഇല്ല, കയ്യിലിരുന്ന ബീഡി വലിച്ച് കാണിച്ചിട്ട്, ഞാൻ വലിക്കുവാ വാപ്പ എന്ന് പറഞ്ഞ് വലിച്ച് കാണിച്ചു കൊടുത്തു. വാപ്പ എന്തോ ചെയ്യാൻ നോക്കും? വാപ്പയ്ക്ക് അന്ന് പ്രായം 65 or 70 ഉണ്ട്. മകന് 10 or 30 or 35 വയസ്സുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ചിലതൊക്കെ സ്ട്രാറ്റജിക്കായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതിപ്പോൾ സലഫികളെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഈ വിലയിരുത്തലുകാരായ എല്ലാ ആങ്ങളമാരും ഇത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.